നമസ്കാരം. രാജ്യത്തെ ഭരണവർഗ രാഷ്ട്രീയത്തിലും വടക്കേ ഇന്ത്യൻ സംസ്ഥാനമായ പഞ്ചാബിന്റെ പ്രാദേശിക രാഷ്ട്രീയ സമവാക്യങ്ങളിലും വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് കേന്ദ്ര റെയിൽവേ ഭക്ഷ്യ സംസ്കരണ വകുപ്പ് സഹമന്ത്രി രവനീത് സിംഗ് ബിട്ടുവിന്റെ അപ്രതീക്ഷിത രാജിവാർത്തകൾ പുറത്തുവരുന്നത്. ബി.ജെ.പിയുടെ മുതിർന്ന കേന്ദ്ര നേതൃത്വം വിഷയത്തിൽ പ്രതികരിക്കാൻ മടിച്ചു നിൽക്കുമ്പോഴും ഡൽഹിയിലെയും അതുപോലെ തന്നെ ചണ്ഡീഗഡിലെയും രാഷ്ട്രീയ ഇടനാഴികളിൽ ഇത് വരും ദിവസങ്ങളിൽ ആഞ്ഞടിക്കാൻ പോകുന്ന ഒരു കൊടുങ്കാറ്റിന്റെ മുന്നോടിയായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. കേന്ദ്ര മന്ത്രിസഭയിൽ നിന്ന് അദ്ദേഹം പടിയിറങ്ങാൻ തയ്യാറായത് വെറുമൊരു മന്ത്രിസ്ഥാനം ഒഴിയൽ മാത്രമായി കാണാൻ കഴിയില്ലെന്നും മറിച്ച് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുള്ള കൃത്യമായ രാഷ്ട്രീയ നീക്കമാണെന്നും ഒരു വിഭാഗം നിരീക്ഷിക്കുന്നുണ്ട്. എന്നാൽ മറുഭാഗത്ത് സഭാ കാലാവധിയും ഉന്നത പദവികളും സംബന്ധിച്ച പാർട്ടി നേതൃത്വവുമായിട്ടുള്ള അസ്വാരസ്യങ്ങളൊക്കെയാണ് ഈ പെട്ടെന്നുള്ള തീരുമാനത്തിന് പിന്നിലെന്ന തരത്തിലും വാർത്തകളൊക്കെ തന്നെ പ്രചരിക്കുന്നുണ്ട്. എന്തായാലും ബി.ജെ.പി അടുത്ത കാലത്തൊന്നും വലിയ മുന്നേറ്റം ഉണ്ടാക്കാത്ത ഒരു സംസ്ഥാനത്ത് നഗരപ്രാന്തങ്ങളിലെയും അതോടൊപ്പം തന്നെ ഗ്രാമീണ മേഖലകളിലെയും ഒക്കെ തന്നെ വോട്ടർമാരെ സ്വാധീനിക്കാൻ പോകുന്ന ഇത്തരം ഒരു നേതാവിൻ്റെ ഓരോ നീക്കവും ഇപ്പോൾ അതീവ പ്രാധാന്യത്തോടെയാണ് നിരീക്ഷിക്കപ്പെടുന്നത്. രവനീത് സിംഗ് ബിട്ടുവിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ പഞ്ചാബിലെ പ്രമുഖ കോൺഗ്രസ് രാഷ്ട്രീയ കുടുംബത്തിൻ്റെ നിഴലിൽ വളർന്നു വന്ന ചരിത്രമാണ് അദ്ദേഹത്തിനുള്ളതെന്ന് വ്യക്തമാകും. 1995 ദാരുണമായിട്ടുള്ള ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട പഞ്ചാബിൻ്റെ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന ബിയാൻ സിംഗിൻ്റെ പേരമകനാണ് ബിട്ടു. പരമ്പരാഗതമായി കോൺഗ്രസ് പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിച്ച കുടുംബത്തിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന അദ്ദേഹം പാർട്ടിയിൽ വേഗത്തിൽ തൻ്റെ സ്ഥാനമുറപ്പിച്ചു. 2009 ആനന്ദ്പൂർ സാഹിബ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും തുടർന്ന് 2014 2019 ലുധിയാന മണ്ഡലത്തിൽ നിന്നും തുടർച്ചയായിട്ട് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ലോക്സഭയിൽ കോൺഗ്രസിന്റെ വിപ്പ് എന്ന നിലയിൽ പ്രവർത്തിക്കുകയും പാർട്ടി നേതൃത്വത്തിന്റെ വിശ്വസ്തനായിട്ട് മാറുകയും ചെയ്ത അദ്ദേഹം പഞ്ചാബിലെ കോൺഗ്രസ് സംഘടനാ ശക്തിയുടെ പ്രധാന സാരഥികളിൽ ഒരാളായിരുന്നു. പദവികളും ജയങ്ങളും ഒക്കെ തന്നെ അദ്ദേഹത്തിന് എന്നും കൂടെ ഉണ്ടായിരുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് കീഴിൽ മാത്രമായിരുന്നുവെന്നതും ഇവിടെ ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ 2024 പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് ബിട്ടു തൻ്റെ പതിറ്റാണ്ടുകൾ നീണ്ട കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് ബി.ജെ.പിയിൽ ചേക്കേറിയത്. അധികാരത്തോടുള്ള മോഹമോ അല്ലെങ്കിൽ അന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തിലുണ്ടായ അനിശ്ചിതത്വമോ ആവാം അദ്ദേഹത്തെ ഈ നിലപാടിലേക്ക് നയിച്ചത് എന്നാണ് പൊതുവെ ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. ബി.ജെ.പിയിൽ ചേർന്നതിന് തൊട്ടു പിന്നാലെ പഞ്ചാബിൽ പാർട്ടിയുടെ സ്വാധീനം കൂട്ടാനുള്ള ഒരു പ്രധാന തന്ത്രമായിട്ട് അദ്ദേഹത്തെ കേന്ദ്ര മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി സഹമന്ത്രി സ്ഥാനം നൽകാൻ പാർട്ടി കേന്ദ്ര നേതൃത്വം തയ്യാറായി. എന്നാൽ പിന്നീട് നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും രാജ്യസഭാ കാലാവധിയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിലും അദ്ദേഹത്തിന് പ്രതീക്ഷിച്ചത്ര പിന്തുണ ലഭിച്ചില്ല എന്നതും ഒരു വസ്തുതയാണ്. കോൺഗ്രസ് വിട്ട് കടന്നു വന്ന നേതാവിന് താൽക്കാലിക അംഗീകാരം നൽകിയെങ്കിലും പാർട്ടിയിലെ പ്രാദേശിക കേന്ദ്ര സമവാക്യങ്ങൾ ഒക്കെ മാറിയതോടെ അദ്ദേഹം ക്രമേണ പാർട്ടിയിൽ തടയപ്പെടുകയായിരുന്നു. ഈ വാർത്തകളും ഇത്തരത്തിലുള്ള വിലയിരുത്തലുകളൊക്കെ തന്നെ സജീവമാണ്. പഞ്ചാബിലെ രാഷ്ട്രീയ നിലനിൽപ്പും അതോടൊപ്പം തന്നെ ബി.ജെ.പിയുടെ നിലവിലെ സാഹചര്യവുമൊക്കെ തന്നെ വിലയിരുത്തുമ്പോൾ വലിയ പ്രതിസന്ധികളാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത്. ഒരു വഴിക്ക് കർഷക പ്രക്ഷോഭങ്ങളുടെ കേന്ദ്രബിന്ദുവായിരുന്ന പഞ്ചാബിൽ കർഷകരുടെ അതിശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ബി.ജെ.പിയുടെ പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ വൻ വിള്ളലുണ്ടായി. നിലവിൽ ആം ആദ്മി പാർട്ടി ഭരണത്തിലുള്ള സംസ്ഥാനത്ത് ഭരണപക്ഷവും പ്രധാന പ്രതിപക്ഷവുമായിട്ടുള്ള കോൺഗ്രസും തമ്മിലാണ് പ്രധാന പോരാട്ടം നടക്കുന്നത്. മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട ബി.ജെ.പിക്ക് താഴെത്തട്ടിൽ ക്ലച്ച് പിടിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. കർഷക സംഘടനകളുടെയും പ്രാദേശിക ജനവിഭാഗങ്ങളുടെയും എതിർപ്പ് നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ബി.ജെ.പിക്ക് ഒരു തിരിച്ചുവരവ് നടത്തുക എന്നത് ഏതാണ്ട് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമായി തന്നെ തുടരുകയാണ്. ബി.ജെ.പി എന്ന പാർട്ടിക്ക് അവിടെ സ്വീകാര്യത കുറവാണെങ്കിലും ബിട്ടു എന്ന വ്യക്തിയുടെ കുടുംബ പാരമ്പര്യവും ജനസ്വാധീനവും വെച്ചുകൊണ്ട് പാർട്ടിയെ പച്ചപിടിപ്പിക്കാൻ കഴിയുമോ എന്ന പരീക്ഷണത്തിലായിരുന്നു ബി.ജെ.പി മുതിർന്നത്. നിലവിൽ കേന്ദ്രമന്ത്രിസ്ഥാനം രാജിവെച്ചതിനെ തുടർന്ന് ബി.ജെ.പി കേന്ദ്രങ്ങൾ നൽകുന്ന ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും സംഘടനയെ ശക്തിപ്പെടുത്താനുമാണ് ഈ പടിയിറക്കമെന്നാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബിട്ടു തന്നെ ബി.ജെ.പിയുടെ മുഖമായിട്ട് സ്ഥാനാർത്ഥിയായിട്ട് രംഗത്തിറങ്ങിയേക്കുമെന്നും ചില വൃത്തങ്ങളൊക്കെ തന്നെ സൂചന നൽകുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ രാജ്യസഭാ സീറ്റും പ്രധാന പദവികളും നൽകാതെ തന്നെ ഒഴിവാക്കിയതിൽ ബിട്ടു അതീവ അസ്വസ്ഥനായിരുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ കരുതുന്നത്. ബി.ജെ.പിയുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് പഞ്ചാബിൽ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടതോടെ ഉണ്ടായ അതൃപ്തിയും പാർട്ടിയുമായുള്ള അകൽച്ചയുമാണ് ഈ അപ്രതീക്ഷിത തീരുമാനത്തിലേക്ക് നയിച്ചതെന്ന വാദവും ശക്തമാണ്. തനിക്കിനി ബി.ജെ.പിയിൽ രാഷ്ട്രീയ ഭാവിയില്ലെന്ന തിരിച്ചറിവാണോ ഇതിന് പിന്നിൽ എന്നും വ്യാഖ്യാനിക്കുന്നവരും കുറവല്ല. ഏതായാലും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ രവനീത് സിംഗ് ബിട്ടു സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാട് അത് തീർച്ചയായിട്ടും പഞ്ചാബ് രാഷ്ട്രീയത്തിൽ വലിയ നിർണായക മാറ്റങ്ങൾക്ക് കാരണമായി മാറിയേക്കാം. കേന്ദ്രമന്ത്രിസ്ഥാനം രാജിവെച്ചതോടെ ബി.ജെ.പിയിൽ തന്നെ തുടരുമോ അതോ പഴയ തട്ടകമായ കോൺഗ്രസിലേക്ക് മടങ്ങിപ്പോകാൻ വഴികൾ തേടുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ പരക്കെ ഉയർന്നു കേൾക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള കൂറുമാറ്റത്തിന് അദ്ദേഹം തുനിഞ്ഞാൽ അത് പഞ്ചാബിൽ ബി.ജെ.പിക്ക് വലിയ തിരിച്ചടിയാവുകയും പ്രതിപക്ഷ കക്ഷികൾക്ക് അത് പുതിയൊരു ആയുധമായിട്ട് മാറുകയും ചെയ്യും.
ഭരണം പിടിക്കാൻ കടുത്ത മത്സരം നടക്കുന്ന പഞ്ചാബിൽ അനുഭവ സമ്പത്തുള്ള ഒരു നേതാവിൻ്റെ ഈ സ്ഥാനചലനം തെരഞ്ഞെടുപ്പ് ചിത്രത്തെ വീണ്ടും പ്രവചനാതീതമാക്കുകയാണ്. ഏതായാലും വരും ആഴ്ചകളിൽ ബിട്ടുവിൻ്റെ പുതിയ നീക്കങ്ങൾ അത് എന്തായിരിക്കുമെന്നും പഞ്ചാബ് രാഷ്ട്രീയത്തിലെ ശക്തി സമവാക്യങ്ങൾ അത് എങ്ങനെയെല്ലാം മാറ്റി എഴുതുമെന്നും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇപ്പോൾ രാഷ്ട്രീയ ലോകം.